Hello. Hello, magic morning. Hello, magic Magic morning. morning. Magic morning. Okay. Magic morning. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ എല്ലാവരും നമ്മുടെ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് സെക്ഷൻ എടുക്കുന്നത് നമ്മുടെ റസാഖ് സാറാണ്. റസാഖ് സാറിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിക് സജഷൻസ് എന്നാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി റസാഖ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. റസാഖ് സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു. മാജിക് മോർണിംഗ് എവിടെ എല്ലാവരും? ക്യാമറ ഒക്കെ ഒന്ന് ഓണാക്കി. മുക്കം ഷീജ ഹാബി. ഓക്കെ, താങ്ക് യു. ഷീജ മാം, താങ്ക് യു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ? അതാ മറന്നുപോയോ? ആരെയാണ് ഹിപ്നോട്ടിസം ചെയ്യേണ്ടത്, ആരെല്ലാം ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിൻ്റെ വിവിധ തലങ്ങൾ, സ്വീകരിക്കപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെ, സ്വീകരിക്കാത്തത് ആരൊക്കെ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഓർമ്മയില്ലേ മണി സാറ്? അപ്പം നമ്മൾ നേരിട്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എവിടെ വെച്ചാകാം, എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർക്ക് യൂട്യൂബിൽ അതുണ്ട്, വീണ്ടും കേൾക്കാം. ബി മാജിക്കിൻ്റെ സൈറ്റിൽ പോയാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിലായാലും അതല്ലെങ്കിൽ പുറത്തുള്ള ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ നേരിട്ട് ചെയ്യുന്ന അവസരത്തിൽ ഒരു വ്യക്തിയെ ഹിപ്നോസിസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സജഷൻ കൊടുത്തിരിക്കണം അല്ലേ? നമ്മളിപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവരുടെ ജീവിതം എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരില്ല, ഹിപ്നോസിസത്തിന് വിധേയമാകൂല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ആള് വരുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഒരു സംഘത്തെ ഒന്നായിട്ട് വെറുതെ ചെയ്യാം. അവരുടെ മൈൻഡിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നമ്മൾ സാധാരണഗതിയിൽ ശരീരം ശുദ്ധമാക്കാറുണ്ട്, കുളിക്കാറുണ്ട്, സോപ്പൊക്കെ തേച്ചിട്ട് അല്ലേ? മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടി നമ്മൾ ചിലതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പലരും അത് ചെയ്യുന്നില്ല. അത് നമുക്കറിയാം, ലോകത്ത് നടക്കുന്ന സംഭവമാണ്. അപ്പം മൈൻഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കും. അവരുടെ മാനസികമായ പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ചെറിയ ടെൻഷനും കാര്യങ്ങൾ, അത്രയും പഠന വൈകല്യങ്ങൾ, പഠന താല്പര്യക്കുറവ്, വൈകല്യങ്ങൾ, ഇതെല്ലാം പ്രശ്നം. അതിനൊക്കെ നമുക്ക് പരിഹാരം കൊടുക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഹിപ്നോട്ടിക് സജഷൻ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. അതായത് ഇപ്പോൾ ഞാനൊരു വ്യക്തിയെ ചെയ്യണം, ഇപ്പോൾ ഉദാഹരണത്തിന് മണിസാർ അല്ലെങ്കിൽ സുലേഹാബി. അപ്പോൾ ഈ വ്യക്തിക്ക് എന്ത് വേണം? ആ വ്യക്തിക്ക് ഒരു സമാധാനം കിട്ടണം, അതാണ് നമ്മളെ ലക്ഷ്യം അല്ലേ? ആ വ്യക്തിക്ക് എന്തെങ്കിലും രീതിയിൽ മാനസികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, ശാരീരികമായ രോഗങ്ങളും വന്നേക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രോഗങ്ങൾ, ഒന്ന് ശാരീരിക രോഗങ്ങളുണ്ട്, മറ്റൊന്ന് മാനസിക രോഗങ്ങളുണ്ട്. ശാരീരിക പ്രശ്നം കാരണമുണ്ടായ മാനസിക രോഗങ്ങളുണ്ട്, മാനസിക പ്രശ്നം കാരണമുണ്ടായ ചില ശാരീരിക രോഗങ്ങളുണ്ട്. 4 സെക്ഷനായില്ലേ? അപ്പോൾ ഇതിൽ ഈ വ്യക്തിക്ക് എന്താണ് പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ പ്രശ്നത്തെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പുതിയൊരു വ്യക്തിയാണെങ്കിൽ, ഉദാഹരണത്തിന് എന്നെ തീരെ പരിചയമില്ലാത്ത അല്ലെങ്കിൽ മണിസാറിനെ തീരെ പരിചയമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ചെറിയൊരു ഭയം അയാളുടെ ഉള്ളിലുണ്ടാവും. അതിപ്പോൾ നമ്മളാണെങ്കിലും ഒരു ഡോക്ടറെ, ഒരു പരിചയമില്ലാത്തൊരു ഡോക്ടറെ കാണാൻ പോവാണ്. അപ്പം നമുക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടാവും. എന്താ ഇത്, ഇയാളിപ്പോൾ എന്താ ചെയ്യുക, എന്നെ ഓപ്പറേഷൻ ചെയ്ത് കളയോ, അങ്ങനെ കുറേ പേടി ഉണ്ടാവും.
പ്രത്യേകിച്ചും ഹിപ്നോട്ടിസത്തിന് വിധേയമാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പേടി ഉണ്ടാവും. കാരണം ഹിപ്നോട്ടിസത്തിന് അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ട്. എൻ്റെ മനസ്സിലുള്ളതൊക്കെ എന്ത് ചെയ്യും, പുറത്തെടുത്ത് കളയും. പണ്ടത്തെ കാലത്ത് ഏതെങ്കിലും കാമുകന്മാരുമായോ കാമുകിമാരുമായിട്ടോ വലിയ ബന്ധമുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ പൊളിയും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെ പൊളിക്കാനുള്ളതൊന്നല്ല ഹിപ്നോട്ടിസം കേട്ടോ, ആ പേടിക്കൊന്നും വേണ്ട. അപ്പൊ ഈ പേടിയെ, ഈ ഭയത്തെ നമ്മൾ ഇല്ലാതാക്കണം. അത് സംസാരിച്ചിട്ട് ചെയ്യണം. അവരെ എന്താണ് പ്രശ്നം, അവരെ ചെറുപ്പം എത്ര കാലം അവർ ജീവിച്ചു, അതായത് ആ വയസ്സ് 17 വയസ്സുള്ളവരുണ്ടാവും, ചിലപ്പോൾ 35 വയസ്സുള്ളവരുണ്ടാവും. ആ പ്രായത്തിൽ എന്തൊക്കെയാണ് അവർക്ക് കഴിഞ്ഞു പോയത്, അവരുടെ പേര്, അവരുടെ കുടുംബ വിവരങ്ങളെല്ലാം നമുക്ക് എന്തായിരിക്കണം, അറിഞ്ഞിരിക്കണം ചെയ്യണതിന് മുമ്പ്. എന്നാലേ നമുക്കിത് ഫുൾ ക്ലീൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അവർ സ്കൂൾ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ സ്കൂൾ പോയിട്ടുണ്ടാവില്ല, ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഒരു 60 വയസ്സുള്ള ആളുകൾ, ചില വ്യക്തികളെങ്കിലും സ്കൂളിൽ പോകാത്തവരുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സജഷനിൽ നിങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണെന്നാൽ അവരെ സ്വീകരിക്കൂല, അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ സജഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ പറഞ്ഞ വാക്കിന്റെ ബേക്കിലേക്ക് ഒരിക്കലും വരരുത്. ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങളിപ്പോൾ കുളിക്കാൻ പോവുകയാണ്, നിങ്ങളൊരു കുളക്കടവിൽ അടുത്ത് അല്ലെങ്കിൽ ഒരു പുഴയുടെ തീരത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇയാളെ മനസ്സിൽ എന്താ വരിക, ഒരു പുഴയുടെ തീരത്ത് ഇങ്ങനെ കുളിക്കാൻ തോർത്തൊക്കെ ഇട്ട് റെഡിയായി നിൽക്കണ ആ ഒരു രംഗമായിരിക്കും മനസ്സിലേക്ക് വരിക. അതിനുശേഷം ഞാൻ പറയാം, നിങ്ങളിപ്പോ ഇങ്ങനെ വാഴത്തോട്ടത്തിലൂടെ നടന്ന് അല്ലെങ്കിൽ വയൽ വരമ്പിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാല് ബേക്കിക്കാ വരണ്ട്, അല്ലേ? പിന്നോട്ട് വരികയാണ്. അയാൾ കുളക്കടവിലെത്തി അല്ലെങ്കിൽ ആ പുഴയുടെ തീരത്ത് എത്തിക്കഴിഞ്ഞു, പിന്നെ നമ്മൾ വാഴത്തോട്ടത്തിലൂടെ നടത്തരുത് അയാളാ. കാരണം അയാൾക്ക് കൺഫ്യൂഷൻ ആവും, ഞാൻ ഇപ്പൊ കുളക്കടവിൽ എത്തിയില്ലേ, പിന്നെ എന്തിനാ വാഴത്തോട്ടത്തിൽ പോണ് എന്ന് ഒരു സംശയം വരും. അപ്പൊ എന്ത് ചെയ്യണം, ഒരിക്കൽ പറഞ്ഞ വാക്കിന്റെ പിന്നോട്ട് ഒരിക്കലും വരരുത്. പിന്നെന്ത് ചെയ്യണം, ആ പുഴയുടെ തീരത്തെത്തി പുഴയിലേക്ക് ചാടാൻ പറയാം. അയാൾക്ക് നീന്തം അറിയോ എന്നൊക്കെ നമുക്ക് അറിയണം. ആ ചാടി കുളിച്ചോളൂ, നിങ്ങളുടെ ശരീരം തണുക്കുകയാണ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഒരിക്കൽ പറഞ്ഞ വാക്ക്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരിക്കൽ പറഞ്ഞ വാക്കിന്റെ പിൻവശത്തേക്ക്, ബേക്കിലേക്ക് ഒരിക്കലും വരരുത്, മുന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. രണ്ടാമത് നമ്മൾ പറയുന്ന വാക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. എന്താ സാധനം, ഇതറിയാത്തല്ല അറിയണ്ടല്ലോ. പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. നമ്മൾ പറയുന്ന വാക്ക് തൽക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കണം, അല്ലേ? അതല്ല അതിന്റെ അർത്ഥം മണിസാറെ, പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ തൽക്ഷണം നടന്നുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, അപ്പം ഇങ്ങനെ നടക്കുന്നതായിരിക്കാം. നിങ്ങൾ നടക്കും, കുളിക്കും, അങ്ങനെയൊന്നും പറയരുത്, ഭാവി പറയരുത്. പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനം, അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇയാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ എതിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം, അല്ലെ? ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലാണ് ആ പ്രശ്നം തീരുക എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് മണിസാർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. അപ്പൊ അതിന് ഞാൻ 10ാം ക്ലാസ് വരെ വരണം, എന്നാലേ ആ പ്രശ്നം സോൾവ് ചെയ്യുള്ളൂ. മണിസാറിന്റെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഏത് സ്കൂളിലാണ് പഠിച്ചത്, ആ സ്കൂളിന്റെ പേരടക്കം ചിലപ്പോൾ ഞാൻ പറയേണ്ടി വരും. ഇന്ന സ്കൂളിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്, നിങ്ങൾ 2ാം ക്ലാസ്സിലാണ്, 3ാം ക്ലാസ്സിലാണ്, അങ്ങനെ വന്ന് 10ാം ക്ലാസ് വരെ വരണം. കാരണം ഒറ്റയടിക്ക് 10ാം ക്ലാസ് പോയാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യില്ല. കാരണം പ്രശ്നം 10ാം ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പ്രശ്നത്തിന്റെ തുടക്കം ചിലപ്പോൾ 7ലോ 6ലോ ആയിരിക്കാം, അല്ലേ? തുടക്കം കുറച്ച് മുമ്പായിരിക്കാം. നമുക്കറിയാം, ഏത് രോഗവും ഒറ്റയടിക്ക് വരുന്നതല്ല. പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, ഇതേപോലെയുള്ള രോഗങ്ങൾ, ശാരീരിക രോഗങ്ങളൊന്നും ഒറ്റയടിക്ക് വരുന്നതല്ല. നമ്മൾ പരിശോധിക്കുമ്പോൾ റിസൾട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് പ്രമേഹം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് വന്നതാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ലല്ലോ.
അതവന്റെ ജീവിത ശൈലിയിൽ എന്നോ കാലം കുറച്ച് വന്ന് ഇപ്പോഴാണ് അത് പോസിറ്റീവ് ആയത്. അല്ലേ? അപ്പൊ ഏതൊരു പ്രശ്നത്തിനും ഒരു കാരണം ഉണ്ടാവും. ആ കാരണത്തിനെ കണ്ടെത്തിയിട്ടാണ് അവരെ പ്രശ്നത്തിന് പരിഹാരം നേടാം. നമ്മൾ ഒരിക്കലും സജഷൻ കൊടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് പ്രശ്നത്തിലേക്ക് പോകുകയും ചെയ്യാൻ പാടില്ല. പിന്നെ അവരാദ്യം എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ മെഡിറ്റേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ 2 കാൽപാദം മുതൽ ശിരസ് വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും അയഞ്ഞ് അവർ റിലാക്സേഷൻ കൊടുക്കണം. ശരീരത്തിന് മൊത്തം റിലാക്സ് ചെയ്തതിന് ശേഷം അവരെ നമ്മളൊരു വിശ്വാസം വരുത്തിയതിന് ശേഷം ഞാനുണ്ട് നിന്റെ കൂടെ, ഏതൊരു പ്രശ്നത്തിനും നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തതിന് ശേഷം വേണം തുടരാൻ. പിന്നെ നമ്മളൊരു മുൻകൂർ ജാമ്യം എടുക്കണം. അതെന്തിനാരോ മുൻകൂർ ജാമ്യം എടുക്കണ്ടേ? ഇയാൾക്ക് ആ പ്രശ്നത്തിലേക്ക് ചെന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് അവിടെ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഉപദ്രവം ചെയ്തതോ അല്ലെങ്കിൽ ഒരു മരണം നേരിട്ട് കണ്ട വ്യക്തിയായിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം നേരിട്ട് കണ്ടിട്ട് അതിൽ നിന്നുണ്ടായ മാനസിക ടെൻഷൻ കാരണം ഉണ്ടായ പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ ആ പ്രശ്നത്തിലേക്ക് ചെല്ലുമ്പോൾ അതേ സിറ്റുവേഷനിലേക്ക് ഈ വ്യക്തി വന്നേക്കാം. ചിലപ്പോൾ വന്നേക്കാം, ഉറപ്പില്ല. ആ ഒരു അപകട സിറ്റുവേഷനിലേക്ക്, ഉദാഹരണത്തിന് ഏതെങ്കിലും മരണം, ഒരു കുട്ടി അവരുടെ അതായത് അവരുടെ കുട്ടി മരിച്ചതാണ് വിചാരിക്കുക. അപ്പൊ ആ മരിച്ച രംഗത്തേക്ക് ഇയാൾ എത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു, ആ അപകട സ്ഥലത്ത് ഇയാൾ എത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു ടെൻഷനും കാര്യങ്ങളും അപ്പോഴത്തെ ആ ഒരു ഫീലിങ്സിലേക്ക് ഇയാൾ ഇപ്പൊ വന്നേക്കാം. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതിനുള്ള പ്രതിവിധി നമ്മൾ ആദ്യം ചെയ്തു വെക്കണം. അപ്പൊ പിടിച്ച് ചെയ്യരുത്, ആദ്യം ചെയ്തേക്കണം. എന്താണ് ചെയ്തേക്കേണ്ടത്? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്തൊരു പ്രശ്നം വന്നാലും, നിങ്ങളുടെ ഈ യാത്രയിൽ എന്തൊരു പ്രശ്നം വന്നാലും എൻ്റെ ഒരു വാക്ക് കൊണ്ടോ ടച്ച് കൊണ്ടോ നിങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക്, ഇപ്പോഴുള്ള സ്ഥിതിയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും. വളരെ പഠിച്ചിരിക്കേണ്ട വളരെ നിർബന്ധമായ ഒരു കാര്യമാണത്. ഒരാൾ ഹിപ്നോട്ടിസം ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായും ഈ കാര്യം ആദ്യം പഠിച്ചിരിക്കും. കാരണം അവർ ഏത് സിറ്റുവേഷനിലൂടെയൊക്കെയാണ് യാത്രയാകുക എന്ന് നമുക്ക് തന്നെ അറിയില്ല. അല്ലേ? നമ്മുടെ കയ്യിലല്ല, നമ്മുടെ കയ്യിൽ ഇതിന്റെ വളയം മാത്രമാണുള്ളത്, അവരുടെ നിയന്ത്രണം മാത്രമാണുള്ളത്. അപ്പൊ ആ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ടെന്ന് ആ നിയന്ത്രണത്തിന് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ, ഈ യാത്രയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ ചില വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ടച്ച് കൊണ്ടോ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ സിറ്റുവേഷനിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. അങ്ങനെ പ്രശ്നം വന്നാൽ നമ്മളൊന്ന് ടച്ച് ചെയ്താൽ മതി, ആളെന്താവും? ഇതിലേക്ക് എത്തും, നോർമലിലേക്ക് എത്തും. പക്ഷെ അയാളെ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. അതായത് പിന്നെ അയാൾ എന്താവില്ല, ഹിപ്നോസിസിന് വിധേയമാവില്ല. അപ്പൊ പിന്നീട് അയക്കാം, പക്ഷെ അപ്പം ആവില്ല. അപ്പൊ അയാൾ എന്താവും? ഒരു കസാര ഇട്ട് കൊടുക്കുക, അയാളവിടെ പുറത്തിരുന്നോളും. ഒരു കസാര ഇട്ടോ നിങ്ങളവിടെ ഇരുന്നോളി പറഞ്ഞാൽ അയാൾ വെറും കാഴ്ചക്കാരനായിട്ട് അവിടെ ഇരുന്നോളും. കാരണം അയാൾ നോർമലിലേക്ക് വന്നു, അയാൾ ഇനി നമുക്ക് തിരിച്ച് ഇവരുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റില്ല. കാരണം ഇവരിങ്ങനെ യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയിലേക്ക് ഇനി അയാളെ കയറ്റാൻ കഴിയില്ല. അല്ലേ? അപ്പോ അയാള് ആ ഒരു മുൻകരുതൽ, മുൻകൂർ ജാമ്യം നമ്മൾ സ്വീകരിച്ചിരിക്കണം. ഇങ്ങനെ കുറെ നിബന്ധനകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ ആർക്കും ആരെയും ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഈ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഹിപ്നോ തെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ. തെറാപ്പി എന്ന് പറയുമ്പോൾ രോഗങ്ങളെക്കുറിച്ചും രോഗ കാരണങ്ങളെക്കുറിച്ചും അത് ഉണ്ടാകാനുള്ള, ഇപ്പൊ നമ്മൾ മണിച്ചിത്രത്തായൊക്കെ കണ്ടവർക്ക് അറിയാം ഇല്ല? മണിച്ചിത്രത്തായിൽ ഈ രംഗം എല്ലാം കാണിക്കുന്നുണ്ട്. ആരെ മണിച്ചിത്രത്തായ കണ്ടെന്ന് ചാറ്റ് ചെയ്തേ? മണിച്ചിത്രത്തായ എന്ന സിനിമ ഞാൻ പ്രൊമോഷൻ കൊടുക്കല്ല കേട്ടോ. പഴയ ഫിലിം ആയതുകൊണ്ട് നമുക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. 2ാമത് ഇറങ്ങി. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരാള് സിനിമ കണ്ടില്ല? നല്ല മനുഷ്യന്മാരാ, എൻ്റെ ആയിരിക്കല്ലേ.
ആ മണി സാർ കണ്ടിട്ടുണ്ട്. വേറെ ആരും കണ്ടിട്ടില്ല എന്നാണ്. എല്ലാരും ഉറങ്ങിപ്പോയോ? ഒന്ന് ചാറ്റ് ചെയ്ത എല്ലാരും. യെസ്, സിജമ്മൻ കണ്ടിട്ടുണ്ട്. പിന്നെ ആഹാ വരട്ടെ ചാറ്റ് വരട്ടെ. ഇങ്ങനെ ഒറ്റയടിക്കാണ് പറഞ്ഞു പോയാൽ ശരിയോ? ഇടക്കിടക്ക് ചാറ്റൊക്കെ ചെയ്യണം. അതിലൊരു സംഭവം ഉണ്ട്. എന്താണെന്ന് അറിയോ? ഈ ഗംഗ അല്ലെങ്കിൽ ശോഭന അല്ലേ, അവര് വീട്ടിക്ക് വരുമ്പോ ആ വീട്ടിൽ നടക്കുന്ന കുറെ സംഭവങ്ങൾ, അവിടെ പ്രേതം ഉണ്ടെന്നോ എന്തൊക്കെയാ ഉണ്ടെന്നുള്ള ഒരു കഥകൾ അവർ കേൾക്കണോ. ആ കേട്ടതിന് ശേഷം നമ്മളെല്ലാവരും വിചാരിക്കുക എന്താ പറയുക, മാടമ്പള്ളിയിൽ നിന്ന് പേടിച്ചിട്ടാണ് ഇവര് രോഗിയായി മാറിയത് എന്നാണ് നമുക്ക് അപ്പൊ മനസ്സിലാക്കുക. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണത്തെ അന്വേഷിച്ച് മോഹൻലാൽ ഒരു യാത്ര പോകാനുണ്ട്. അവരുടെ കുട്ടിക്കാലത്ത് അവരെവിടെയായിരുന്നു, എങ്ങനെയാണ് അവർ ജീവിച്ചത്, എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ആ പരീക്ഷ എഴുതുന്നതും അവരെ പിന്നെ വേറൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും, അങ്ങനെ ഒരു കഥ അവിടെ പറയുന്നുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു കഥ അവിടെ സ്റ്റോറി അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ യഥാർത്ഥ വശം. അതാണ് നമ്മൾ ചെയ്യേണ്ടതും. എന്താണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മളൊരു തീരുമാനത്തിലെത്തണം. ഇത് ഇയാൾക്ക് ഇന്ന പ്രശ്നമാണെന്നും ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നും നമ്മൾ തീരുമാനിക്കണം. എങ്ങനെ സോൾവ് ചെയ്യേണ്ടി? ആ ഫിലിം കണ്ട ആൾക്കാരോട് ഒന്ന് പറഞ്ഞാണ് എങ്ങനെ സോൾവ് ചെയ്യണം, ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യണം. അയാളുടെ മൈൻഡിൽ എന്താണോ അതിന്റെ പ്രതിവിധി, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ ചികിത്സ അല്ല ചെയ്യേണ്ടത്. നമ്മുടെ ചികിത്സ അല്ല അവിടെ ചെയ്യേണ്ടത്. പിന്നെ അയാളുടെ മനസ്സിൽ ഏത് ചികിത്സ ചെയ്താലാണോ സുഖപ്പെടുക അത് ചെയ്യണം. അതല്ലേ ചെയ്തത് മോഹൻലാല് അല്ലേ? മോഹൻലാലിന് അറിയില്ല ഇത് സുഖപ്പെടുത്താൻ സാധിക്കുന്നും ശാസ്ത്രീയമായ മാർഗങ്ങളൊക്കെ ഉണ്ടെന്നും അവരൊക്കെ അറിയാം. പക്ഷെ തിലകനെ കൂട്ടുപിടിച്ചത് എന്തിനാ? അവിടെ ഒരു കളം വരച്ചത് എന്തിനാ? മന്ത്രവാദം ജപിച്ചത് എന്തിനാ? അയാളുടെ ആ പെണ്ണിന്റെ മനസ്സിൽ, അതായത് ഗംഗയുടെ മനസ്സിൽ എന്താണോ അതിന്റെ പ്രതിവിധി, അതാണ് ഇവിടെ ചെയ്തത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിനിമ ആക്കിയതാണ്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതൊരു സിനിമയാക്കി മാറ്റിയതാണ്. യഥാർത്ഥത്തിൽ അതൊരു എന്താണ് ആ ഫിലിം, മാനസിക പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഫിലിമാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഉണ്ടാകുന്നത് എന്നും ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നും യഥാർത്ഥമായ ഹിപ്നോട്ടിക് തിയറി ഉപയോഗിച്ച് ഉണ്ടാക്കിയൊരു ഫിലിമാണ്. അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ആർക്ക്? കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് ഐഡിയ ഉള്ള ആൾക്കാർക്ക്, പഠിച്ച കുറച്ച് ആൾക്കാർ. എന്താ പഠിക്കാനുള്ളത് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ 2 ക്ലാസ്സിലായി ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് പഠിക്കാനുള്ളതല്ല, വേറൊന്നുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. മനുഷ്യന്റെ മനസ്സ്, അതിന്റെ വിവിധ തലങ്ങൾ, അതിലുണ്ടായിരിക്കുന്ന കുറെ വിശ്വാസങ്ങളും ആചാരങ്ങളും എങ്ങനെ വന്നു എന്നും അത് സ്വീകരിക്കപ്പെടുന്നവരാര്, ഒഴിവാക്കുന്നവരാര്, എങ്ങനെയൊക്കെ അവരെ സ്വാധീനിക്കാം, എന്താണ് അവർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നിർദ്ദേശം കൊടുക്കേണ്ടത് എന്ന് വ്യക്തമായ ബോധമുള്ള ഏതൊരാൾക്കും ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാം. പക്ഷെ നിയമപരമായി ഒരു ഡോക്ടർക്ക് അതിന് അധികാരമുള്ളൂ. ആർക്കും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിയമപരമായി അത് ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടർക്ക് അധികാരമുള്ളൂ, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്കത് നിയന്ത്രിക്കാൻ സാധിക്കും, നമുക്കത് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പുള്ള ആർക്കും ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ. പഠിച്ചു ചെയ്യണം എന്നർത്ഥം. മനസ്സിലായോ? സജഷൻ കൊടുക്കേണ്ടത് എപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ ആദ്യം ശരീരത്തിന് റിലാക്സേഷൻ കൊടുക്കണം. കൈകാലുകളെ റിലാക്സ് ചെയ്തിട്ട് മനസ്സിനെ ഓരോ തലങ്ങളിലായിട്ട് അവരെ കൊണ്ടുപോയി ബോധമനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലേക്ക് മെല്ലെ അങ്ങോട്ട് കൊണ്ടിട്ടിട്ട് അവിടുന്ന് സംസാരിക്കണം വിഷയങ്ങൾ. അവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ എൻ്റെ കൂടെ ഉണ്ട്,
ഏത് പ്രശ്നവും നിങ്ങൾ പറഞ്ഞോളൂ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് വേണമെങ്കിൽ സംസാരിപ്പിക്കാം. ഇനി സംസാരിച്ചില്ല എന്ന് വിചാരിച്ച് പ്രശ്നം തീരാതിരിക്കൊന്നുമില്ല. നമുക്ക് സംസാരിക്കാതെ തന്നെ പ്രശ്നങ്ങൾ തീർക്കാവുന്നതുമാണ്. അവരെ കൊണ്ട് സംസാരിക്കണമെന്ന് യാതൊരു നിബന്ധനയില്ല. അവരെ പറയാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെടും. അവരുടെ ഓരോ അനക്കങ്ങളും ഓരോ ശ്വാസവും നമുക്കുള്ള സിഗ്നലായിരിക്കും. എന്ത് ചെയ്യണം, എവിടേക്ക് പോകണം എന്നുള്ള സിഗ്നലായിരിക്കും. അത് കൃത്യമായി പ്രാക്ടിക്കൽ ചെയ്താൽ മാത്രം നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു കഴിവാണ്. നിങ്ങൾ ഓൺലൈനിലൂടെ പഠിച്ചാൽ കിട്ടൂല. ഓൺലൈനിലൂടെ ഇതിന്റെ തിയറികളും കാര്യങ്ങളൊക്കെ പഠിക്കാം, പക്ഷെ അങ്ങനെ ചെയ്യാം പഠിച്ചു കഴിഞ്ഞാല്. തിയറി അത് ഓൺലൈനിലൂടെ പഠിച്ചു വെച്ചിട്ട് ചെയ്യാതിരിക്കാൻ കഴിയൂല എന്നുള്ള വിശ്വാസമൊന്നും വേണ്ട. ഓൺലൈനിലൂടെ പഠിച്ചാലും ഒരാൾക്ക് ഹിപ്നോട്ടിസം ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓൺലൈനിലൂടെ പഠിച്ചാലും ചെയ്യാം. അപ്പൊ അങ്ങനെ ആരെങ്കിലും അവകാശപ്പെടും ചിലപ്പോൾ, ഓൺലൈനിലൂടെ ഞാൻ പഠിച്ചിട്ട് 1 മാസം കൊണ്ട് ഹിപ്നോട്ടിസം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം, കാരണം അത് അവന്റെ കഴിവാണ്. പക്ഷെ പ്രാക്ടിക്കൽ സെക്ഷനിൽ പങ്കെടുത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ഇനി അതിന് ഈ തിയറി ഒക്കെ പഠിക്കണോ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഈ തിയറി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പ്രാക്ടിക്കലായിട്ട് ഒരു 10-20 ആളുകളെ കൂടി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ ഈ തിയറിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാവും. അതിന് മേലെ ഒരു ഗുരു വേറെ ഇല്ലല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷകൾ, അവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പൊതുവായ ഭാഷ സംസാരിക്കുക. ആ സജഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു പൊതുവായ ഭാഷ സംസാരിക്കുക. അതായത് ഇപ്പോ നമ്മള് ഒരു ഒരു എന്തായാലും പറയാം, ഒരു അയഞ്ഞ മട്ടത്തിലെന്ന് പറയുന്നത്, നിങ്ങളിപ്പോ ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നങ്ങനെ ഒരു വാക്കിന് അത്രയും ശക്തി വേണം. നിങ്ങളിപ്പോൾ ഇതാ ശാന്തമായ ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു വാക്കിന്റെ ഇതിലാണ് അവർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാക്ക് എന്തായിരിക്കണം? അതേ ഒഴുക്കിലേക്ക് പോയിരിക്കണം. അത് ഈ പാട്ട് പാടുന്ന ആളുകളെ കണ്ടിട്ടില്ല? എല്ലാവരും പാട്ട് പാടുന്നത് നമ്മൾ സംസാരിക്കുന്നത് പോലെ ആരെയും പാട്ട് പാടാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതിന് ചില താളങ്ങളും ലയങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? ആ താളലയത്തിലൂടെ പോയാൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഈ മതപ്രഭാഷണം ഉണ്ട്. അപ്പൊ മതപ്രഭാഷണം എങ്ങനെയാ? ആ മതപ്രഭാഷണമൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ ആരും സ്വീകരിക്കൂല, അത് പ്രസംഗമായി മാറും. നേരെ മറിച്ച് അതിൻ്റെതായിരിക്കുന്ന ഒരു സ്റ്റൈലിൽ പറഞ്ഞാൽ മാത്രമേ സ്വീകരിക്കുള്ളൂ ഇല്ലേ? മനുഷ്യ മനസ്സിൽ അങ്ങനെ ചിത്രങ്ങൾ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിലൊക്കെ എന്ത്, അങ്ങനെ ഒരു ചിത്രം ഉണ്ട്. ഇങ്ങനെ ആയാൽ മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. വേഷത്തില് ഞാൻ പറഞ്ഞു നേരത്തെ, വേഷത്തിൽ ചിത്രങ്ങളുണ്ട്, വാക്കില് ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇയാളെ മൈൻഡിൽ ഏതെല്ലാം ചിത്രങ്ങളുണ്ട് എന്ന്. സാധാരണഗതിയിൽ നമ്മൾക്കൊക്കെ ഉണ്ടാവും. ഒരു ട്രെയിനർക്ക് ഇന്ന ഡ്രസ്സാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് ഇന്ന ഡ്രസ്സാണ്, ഒരു തങ്ങൾക്ക് ഇന്ന ഡ്രസ്സാണ്, ഒരു സ്വാമിക്ക് ഇന്ന ഡ്രസ്സാണ്. അവർക്ക് ഡ്രസ്സ്, അവരുടെ സംസാരങ്ങള്, അവരുടെ പെരുമാറ്റങ്ങള് എല്ലാം നമ്മുടെ മനസ്സിൽ ചിത്രങ്ങളായി കിടപ്പുണ്ട്. ആ ചിത്രത്തിന് വിപരീതമായാൽ പ്രശ്നം വഷളാവും. അതിപ്പോ നമ്മൾക്ക് നേരിട്ട് കാണാം, ഫേസ്ബുക്കിലുള്ള ആൾക്കാർക്കൊക്കെ നേരിട്ട് കാണാം അല്ലേ? അങ്ങനത്തെ രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ വിപരീത ചിത്രങ്ങൾ വരുമ്പോൾ അതിന് കമന്റുകൾ മാറും. അത് എല്ലാ വേസിലും ഉണ്ട് കേട്ടാ. സ്ത്രീകളെ പ്രശ്നത്തിലൊക്കെ ഉണ്ട്. ഒരു സ്ത്രീ എപ്പോൾ ഇറങ്ങിപ്പോകണം, എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത്, എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടത്, ഏത് ഡ്രസ്സാണ് അണിയേണ്ടത്, എങ്ങനെയാണ് അവർ സംസാരിക്കേണ്ടത് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ എന്തുണ്ട്, ഒരു പഴയകാല ചിത്രമുണ്ട്. അതിന് വിപരീതമായിട്ട് നടക്കുമ്പോൾ അത് എതിർക്കപ്പെടും. അത് നെഗറ്റീവ് കമന്റുകളിലേക്ക് നമ്മളടക്കം പറയും. ഇതൊക്കെ ഹിപ്നോട്ടിസം. ഇതൊക്കെ എന്താണ്, നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കണില്ല. നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മളാ പറയുന്നത്. നിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നിന്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നത് എന്ന് കേട്ടിട്ടില്ലേ?
അത് തന്നെയാണ് സംഭവിക്കേണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഏതൊരു വ്യക്തിക്കും പ്രശ്നത്തിന് പരിഹാരമായി ഇത് പഠിക്കാവുന്നതാണ്. ഒരുപാട് സജഷൻ മോഡലുകളുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പതുക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുത്തിട്ട് ഹിപ്നോട്ടിസം ചെയ്യുന്ന രീതി ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ ഈ ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിലൊക്കെ ഒറ്റയടിക്ക് ചെന്നിട്ട് സ്ലിപ്പ് അയാൾ ഉറങ്ങിയിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ? ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്. അതൊരു മെത്തേഡാണ്. അതിന്റെ പിന്നിൽ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ആ ഒരു മെത്തേഡിലേക്ക് വരണമെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ നേരെ കോഴിക്കോട് കടപ്പുറം പോയിട്ട് കാണുന്ന ഒരാളെ സ്ലിപ്പ് പറഞ്ഞ എന്താ ചേട്ടാ പറഞ്ഞത് ചോദിച്ചു ചെയ്യും അല്ലേ? ഒറ്റയടിക്ക് നമ്മളൊരു കോഴിക്കോട് കടപ്പുറം പോയിട്ട് അവിടെ കാണുന്ന ഏതൊരു വ്യക്തിയെ സ്ലീപ്പ് പറഞ്ഞ ചേട്ടൻ എന്താ പറഞ്ഞത് ചോദിച്ചു. അയാള് സ്ലീപ്പ് പോവില്ല, ഉറങ്ങൂല്ല, ഒന്നും ചെയ്യൂല. പക്ഷെ അതിന്റെ പിന്നിലൊരു കളി നടക്കണം. അന്ന് ഓക്കെ. അത് ചെറിയൊരു വാക്കായിരിക്കും, ചിലപ്പോൾ ചെറിയ പ്രവർത്തനമായിരിക്കും. അതിൽ അയാൾ വീണുപോയാൽ തീർച്ചയായിട്ടും ഒന്ന് ഞൊടിച്ചാൽ അയാൾ ഉറങ്ങിപ്പോവും. അതൊരു മെത്തേഡാണ്. ഇങ്ങനെ പല മെത്തേഡുകളായിട്ട് ചില വസ്തുക്കൾ ഇങ്ങനെ കാണിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ സിനിമയിലൊക്കെ. ഇതിലേക്ക് മാത്രം ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങളെ കണ്ണിന് ഇങ്ങനെ ഭാരം കൂടി വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു മെത്തേഡുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ വസ്തുവിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ചെയ്യുന്ന രീതിയുണ്ട്. അതുപോലെ എണ്ണുന്ന രീതിയുണ്ട്. 10 മുതൽ 0 വരെ എണ്ണിക്കുക. കൺഫ്യൂഷൻ ചെയ്യുന്ന രീതിയുണ്ട്. കൺഫ്യൂഷൻ ചെയ്യുക പറഞ്ഞാൽ നിങ്ങളെ തോളിൽ ഞാൻ ടച്ച് ചെയ്തിട്ട് പറയും എൻ്റെ കയ്യിലേക്ക് നോക്കു പറയും. എൻ്റെ ഈ കൈകളിലേക്ക് നോക്കൂ, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ പറഞ്ഞിട്ട് തോളിൽ ഇങ്ങനെ ടച്ച് ചെയ്യണ്ടാവും. ഇതാ ഇവിടെ ശ്രദ്ധിക്കൂ. നിങ്ങൾ വേണ്ട ശ്രദ്ധിക്കുക, കയ്യിലേക്കാണ് ശ്രദ്ധിക്കുക അതോ തോളിലേക്കാണ് ശ്രദ്ധിക്കുക? കൺഫ്യൂഷൻ ആവും. തോളിൽ ഇങ്ങനെ തൊട്ടും ചെയ്യും, എന്നിട്ട് പറയും ഇതാ ഇവിടേക്ക് ശ്രദ്ധിക്കൂ, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ പറയും. അപ്പോൾ കൈ ഇങ്ങനെ കാണുന്നുണ്ടാവും, തോളിൽ ടച്ച് ചെയ്യുന്നുണ്ടാവും. ഈ രണ്ടും കൂടി ആകുമ്പോൾ കൺഫ്യൂഷൻ ആവും. എങ്ങോട്ട് ശ്രദ്ധിക്കണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ? ഈ കൺഫ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയുണ്ട്. ഇങ്ങനെ പല രീതികളിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. വളരെ സിമ്പിളാണ്. പ്രാക്ടീസ് ചെയ്ത് ഒരു 2 3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും ചെയ്യാം. പക്ഷെ നല്ല കാര്യത്തിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരാളെ മോശമാക്കാനോ അതല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള രഹസ്യങ്ങളൊക്കെ ചോർത്തിയിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനോ ഇങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറയാൻ പാടില്ല. ഓക്കെ, വേറെ ഒരു വെയിറ്റ്, എന്തോ ഒരു മെസ്സേജ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സെക്ഷൻ. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. നമുക്ക് 6:16 ആയിട്ടുണ്ട്. സമയം നോക്കിയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പല വിഷയമുണ്ട്. ഓക്കെ, താങ്ക് യു ഗോപിക. അപ്പോൾ ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. താങ്ക് യു. മണി സാർ പറഞ്ഞോളൂ. നമ്മളെ പിന്നെ ആങ്കർ ലീവ് ചെയ്തിട്ടുണ്ട്. മാജിക് മോർണിംഗ്. ഏതായാലും ഒരു ക്ലാപ്പ് സാറിന്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇന്ന്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രസന്റേഷനാണ്. അതുപോലെ തന്നെ ഒരു ആകാംക്ഷയുള്ള ടൈപ്പിൽ, അതായത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഈ ഹിപ്നോ സജഷനെ പറ്റിയിട്ട് അതിലെ ശരിയായ രീതിയിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ആരോട് എന്തൊക്കെ പറയണം, എന്ത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാന്നുള്ള ആ ഒരു ഇതും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ പല തലത്തിലുള്ള പല സജഷൻ ആർക്കൊക്കെ കൊടുക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് പറയുമ്പോൾ നമ്മൾ അവരെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കണം. ആ ചെയ്യുന്ന വ്യക്തിയുടെ മാനസിക നിലയിലേക്ക് നമ്മൾ അവരെ ആ പഴയ കാലം എന്താണോ അവരെ വിഷമിക്കുന്നത്, ആ രോഗനിവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം, എന്തൊക്കെ ചോദിക്കണം, നല്ല കുറച്ച് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്. ഇപ്പൊ സാധാരണ രീതിയിൽ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സാർ പറഞ്ഞ മാതിരി 10ാം ക്ലാസ്സുകാരൻ എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതലേ നമ്മൾ തുടങ്ങണം എന്നുള്ള ഒരു ഇത് ആണ് പറഞ്ഞു തന്നത്.
അതുപോലെ ഒരു മുൻകൂർ ജാമ്യം എടുക്കേണ്ട ഒരു ഇതും, അതായത് തിരിച്ചു വരാൻ പെട്ടെന്ന് അയാളെ ഒരു അബോധാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു തലത്തിലേക്കോ പോകാതെ അതായത് വിഷമകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നതിന് മുന്നേ ഒന്ന് തട്ടിയിട്ട് നിങ്ങൾ ഇത് വരണം. അപ്പൊ ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല വിശ്വാസം, എന്ത് വന്നാലും ഞാനുണ്ട്, ഒന്നും സംഭവിക്കാൻ പോലില്ല എന്ന് പറഞ്ഞ് അവരിലുള്ള ഒരു ഭയം നമ്മൾ ഒഴിവാക്കി കൊടുക്കണം എന്നുള്ളതും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എന്തുകൊണ്ടാണ് അത് വരുന്നത്, അവരെ പഴയ കാലങ്ങളിൽ പല ചിത്രങ്ങളും മനസ്സിൽ അടിഞ്ഞു വെച്ചിട്ടുണ്ട്, അന്നത്തെ സാഹചര്യങ്ങൾ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. ശരിക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. സാധാരണ ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് വെച്ചാൽ കുറച്ച് പണ്ട് പറഞ്ഞ ആൾക്കാരെ മാതിരി ഇത് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ചില സമനില തെറ്റിപ്പോകും എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും കുറച്ച് കഠിനമായിട്ടുള്ള ഒരു പാത തന്നെയാണ് ഇത് പറയാനുള്ളത്. ഏതായാലും ഈ വിഷയം വളരെ ലളിതമായിട്ട് നമ്മളെ അവതരിപ്പിച്ചതിന് വളരെയധികം നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച് സാർ. നന്നായിട്ടുണ്ട്. താങ്ക് യു മനീഷ് സാർ, നല്ലൊരു ഫീഡ്ബാക്ക്. ഓക്കെ, വേറെ ഹലോ സാർ, മാജിക് മോർണിംഗ്. പറയൂ മാജിക് മണി. ഞാന് ഇടയിൽ വെച്ച് പകുതി എനിക്ക് മിസ്സായി. ഞാനൊരു യാത്രയിലായിരുന്നു, അപ്പൊ എനിക്കത് കട്ട് ചെയ്യേണ്ടി വന്നു അതിന്റെ ഇടയില്. അപ്പൊ സാറ് പറഞ്ഞ തുടക്കത്തില് ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോ പലരുടെയും മൈൻഡിൽ സാറ് പറഞ്ഞ പോലെ അവരുടെ മനസ്സ് മൊത്തം വായിക്കുന്ന ആ ഒരു പാർട്ടൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പൊ കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഫുള്ളും കേൾക്കാത്തത് കൊണ്ട് ഏതായാലും സാറിന് ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ബാക്കി എന്നാലും നന്നായി. ഇങ്ങനെ ഒരു ടോപ്പിക്ക് പൊതുവെ അങ്ങനെ ആരും എടുത്തു തരുന്നതും അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നതും അല്ലെന്നാണ് ഞാൻ ഇത്ര വരെ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ താങ്ക് യു സാർ. പറ്റിയാച്ചാല് കേരളത്തിന് പോകുന്നതിനെ മീറ്റ് ചെയ്യണമെന്നുണ്ട് ഇൻഷാ അല്ലാ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ മൈൻഡ് റീഡിങ് ഒരു സംഭവം അല്ല കേട്ടാ. മൈൻഡ് റീഡിംഗ് ഒക്കെ പറഞ്ഞാല് ഒരു ടെക്നിക്കാണ്. അതല്ലാതെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം എനിക്ക് പറയാൻ ഒരു നിവൃത്തിയില്ല, ഒരു രക്ഷയില്ല ആ കാര്യത്തില്. നിങ്ങളെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് എന്ന് കണ്ടുപിടിക്കാൻ ഒരു രക്ഷയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് കാണുന്നവർക്ക് ഇത് മൈൻഡ് റീഡിംഗ് ആണെന്ന് തോന്നിപ്പോകും, അല്ലാതെ മൈൻഡ് റീഡിംഗ് അല്ലേ. അത് മെന്റലിസവുമായി ബന്ധപ്പെട്ട നമുക്ക് മെന്റലിസത്തിന്റെ ഒരു ക്ലാസ് ഒരു ദിവസം എടുക്കാം. പക്ഷെ അതിനെന്താ പറയുക, ഈ ഉപകരണങ്ങൾ വെച്ച് ഈ ഓൺലൈനിൽ ഇങ്ങനെ കളിക്കാൻ കഴിയില്ല കൂടുതൽ. അതാണ് ഞാൻ എടുക്കാത്തത്, എനിക്കറിയാഞ്ഞിട്ടല്ല. കാരണം മെന്റലിസം മാജിക് ഒക്കെ പറഞ്ഞാൽ ഉപകരണങ്ങൾ വെച്ചിട്ടുള്ള കളികളാണ്. അത് ടെക്നിക്കാണ്, ട്രിക്കാണ്. ഇത് ഹിപ്നോട്ടിസത്തെ പോലെ ശാസ്ത്രീയമൊന്നുമല്ല, ശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ല. ഇത് ശാസ്ത്രീയമായ ഒരു സംഭവമാണ്, പക്ഷെ മറ്റ് ശാസ്ത്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്ത സംഭവമാണ്. അത് ഒരു ട്രിക്ക്, മാജിക്, അതിൽപ്പെട്ടൊരു തന്ത്രങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഈ മൈൻഡ് റീഡിങ് എന്നൊക്കെ പറഞ്ഞാൽ. അല്ലാതെ നിങ്ങളെ മനസ്സിലുള്ള കാര്യം എനിക്കറിയാൻ ഒരു നിർവാഹവും ഇല്ല ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ. പിന്നെ നിങ്ങളൊരു ഉപബോധ മനസ്സിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങളെ കൊണ്ട് വേണമെങ്കിൽ അത് പറയിക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്കോ എനിക്കോ ഒരു ഉപകാരം വേണം. അതല്ലാതെ വെറുതെ നിങ്ങൾ രഹസ്യം കേട്ടിട്ട് എനിക്കൊരു കാര്യമില്ല. അന്യന്റെ രഹസ്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന പരിപാടി ശരിയല്ല. ഓക്കെ, താങ്ക് യു സ്നേഹബി. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഇപ്പൊ ചോദിക്കാം, പിന്നെ കിട്ടില്ല. പറഞ്ഞോളി. ഇന്ന് സിന്ധുമേ ഇല്ലേ? ഹലോ സാർ, നല്ലൊരു ടോപ്പിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലാസ് എടുത്തതിന്റെ ബാക്കിയായിട്ട് സാറ് മെയിനായിട്ടും സജഷൻസ് എങ്ങനെയാ കൊടുക്കേണ്ടെന്നുള്ളതും അതിന് നമ്മൾ എന്തെല്ലാം പ്രിപ്പറേഷൻ ചെയ്യണം, നമ്മളെ ആ വ്യക്തിയെ എത്രമാത്രം മനസ്സിലാക്കിയിരിക്കണം, എത്രത്തോളം ആഴത്തിലേക്ക് നമ്മൾ പോകണം, ഏത് താളലയത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് സാറ് പറഞ്ഞു തന്നു. നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ആരെങ്കിലും ഒരാളെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? എന്താണേലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ, ഉപകാരമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വേറെ ആർക്കെങ്കിലും? ഷീജ,
എല്ലാരും ഒന്ന് പറഞ്ഞോളി, ഫീഡ്ബാക്കിനല്ല, നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് മാജിക് മോർണിംഗ് സർ. പറഞ്ഞോളി. നല്ല ക്ലാസ് ആയിരുന്നു സാർ. പക്ഷെ എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റും. ഞാൻ ഇച്ചിരി താമസിച്ചുപോയി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ. സാർ, ഒരു സംശയം ചോദിക്കാനാണ്. ഈ പ്രേതബാധയുള്ളവരെ ഹിപ്നോട്ടിസത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ സാർ? തീർച്ചയായിട്ടും കഴിയും. അതിനെക്കുറിച്ച് ഉണ്ടോ? തീർച്ചയായിട്ടും കഴിയും. കാരണം എന്താ പറയുക, പ്രേതബാധ ഒരു വിശ്വാസമാണ്. പ്രേതബാധ ഒരു വിശ്വാസമാണ്. ആ വിശ്വസിക്കുന്ന ഒരാള് അതിനുള്ള പ്രതിവിധിയും അയാൾ വിശ്വസിക്കുന്നുണ്ടാവും. വളരെ സിമ്പിളാണ് അല്ലേ? പ്രേതം ഉണ്ട് എന്നും അത് എന്നെ ബാധിക്കും എന്നുള്ളത് ഒരു വിശ്വാസമാണെങ്കിൽ ആ ബാധിച്ചാൽ ഇന്ന ചികിത്സ ചെയ്യണം എന്നും കൂടെ അയാൾ വിശ്വസിക്കുന്നുണ്ടാവും. ആ ചികിത്സ ചെയ്താൽ മതി. അത് നമ്മൾ ചോദിക്കാം, നമ്മളിങ്ങനെ അയാളോട് ചോദിച്ചാൽ മതി. അത് വളരെ കൃത്യമായി ചോദിക്കാം. അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രേതം ആളുകളെ ദേഹത്ത് ചേർന്ന് പ്രശ്നമുണ്ടായത് നിങ്ങളെ നാട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇയാൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല കേട്ടാ, അത് ശ്രദ്ധിക്കണം. ഇപ്പൊ റോസാലി മാമിനാണ് പ്രേതം കണ്ട് പേടിച്ചത്. റോസാലി മാം പ്രേതം കണ്ട് പേടിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പ്രശ്നമുള്ളതായിട്ട് ഞാൻ സംസാരിക്കേ ചെയ്യരുത്. ഞാൻ സംസാരിക്കുമ്പോ എന്താ, റോസാലി മാം നിങ്ങളെ നാട്ടില് വേറെ ആരെങ്കിലും അവിടെ ആ ഒരു പ്രദേശത്ത് നിന്ന് പ്രേതത്തെ കണ്ട് പേടിച്ചിട്ടുണ്ടോ? ഉണ്ടാകും. ഇല്ലെങ്കിൽ ഉണ്ടാക്കും. ഒരു കഥ, ഒരു സ്റ്റോറി അയാളുടെ ഉള്ളിലുണ്ടാവും. അത് പറയും. മുമ്പ് ഏതോ ഒരു വ്യക്തി അവിടുന്ന് കണ്ടു പേടിച്ചിട്ടുണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ കണ്ടു പേടിച്ചതായി ഉള്ളൊരു സ്റ്റോറി അയാൾ കേട്ടിട്ടുണ്ടാവും. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇല്ലേ? ഒരു സ്റ്റോറി അയാൾ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെയായിരിക്കും അവര് പ്രതിവിധി കണ്ടെത്തിയിട്ടുള്ളത്? എവിടുന്നാണ് അയാൾ ചികിത്സിച്ചത് എന്ന് ചോദിക്കാം. അപ്പൊ അവര് കൃത്യമായി പറഞ്ഞുതരും. ഇന്ന സ്ഥലത്ത് ഇന്നൊരു സംഭവം ഉണ്ട്, അത് ചെയ്തിട്ടാണ് അയാൾക്ക് മാറിയത്. പിന്നെ നമുക്ക് ഒപ്പുണ്ട്. ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. കാരണം ഞാൻ ചെയ്തതാണ്. കാരണം പന്തല്ലൂര് പറഞ്ഞ സ്ഥലത്ത് ഒരു പെണ്ണിന് ഇങ്ങനെ ഒരു അസുഖം വന്നു. അവരുള്ള ചികിത്സ ഒക്കെ ചെയ്തു. തൊണ്ടയിൽ മാത്രം ഇങ്ങനെ ഒരു അനക്കം, വേറോടെ ശരീരം അനങ്ങാതെ മരിക്കുകയാണ് എന്നുള്ളത് അവർക്ക് 100% ഉറപ്പായി. കാരണം നമ്മുടെ മൈൻഡിൽ ഒരു ചിത്രമുണ്ട്, തൊണ്ടയിൽ മാത്രം അനങ്ങിയാൽ എന്താണ്, അയാൾ മരിക്കാൻ പോവാണ്, ശരീരം അനങ്ങണില്ല. റൂഹ് തൊണ്ടയിൽ കിടന്നിങ്ങനെ കളിക്കുന്നൊക്കെ വിശ്വാസം മുസ്ലിങ്ങൾക്കുണ്ട്. അപ്പോ ആ തൊണ്ടയിലുള്ളൊരു അനക്കം മാത്രമായപ്പോ മറ്റുള്ളവർ ചിത്രം വരച്ചു, എങ്ങനെ ഇയാൾ മരിക്കാൻ പോവാണ്. ആ ഒരു അവസരത്തിലാണ് നമുക്ക് അവിടെ ഒരു ചാൻസ് കിട്ടിയത്. അപ്പോ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അവർക്ക് ഗർഭമുണ്ടായിരുന്നു. ആ ഗർഭമുള്ള അവസ്ഥയിൽ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്. അപ്പൊ എന്തായി, ഗർഭമുള്ള സ്ത്രീകൾ രാത്രി പുറത്തിറങ്ങാൻ പാടില്ല എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഇയാൾക്ക് ഈ രോഗം ഉണ്ടായത്. അത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ വേറെ ആരെങ്കിലും അങ്ങനെ പുറത്തുനിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? വേറെ ആരെങ്കിലും അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? പറഞ്ഞു, ഉണ്ട്, അങ്ങനെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ആ ചേച്ചിക്കുണ്ട്, ഈ ചേച്ചിക്കുണ്ട്, ഇങ്ങനെ കുറച്ച് ചേച്ചിമാരെ കഥകളും ചേട്ടന്മാരെ കഥകളൊക്കെ പറഞ്ഞു. ഓക്കെ, അവർക്ക് എന്താണ് ചികിത്സ ചെയ്തത്? അപ്പൊ അവർ പറഞ്ഞു, ഏതോ ഒരു നമ്പൂതിരിന്റെ പേര് പറഞ്ഞിട്ട് ആ നമ്പൂരിന്റെ അടുത്ത് നിന്ന് നൂല് കെട്ടിയിട്ടാണ് മാറിയത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് ചുറ്റില്ല, മുസ്ലിങ്ങളല്ലേ, നമ്മൾ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് നമ്പൂരിയാളെ ചികിത്സ സ്വീകരിച്ചുകൂടാ, തെറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് തെറ്റില്ല, ഞാൻ ചെയ്തുതരാം. തെറ്റുണ്ടെങ്കിൽ ഞാൻ വഹിച്ചോളാം, നിങ്ങൾ അറിയണ്ട. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഞാൻ നമ്പൂരിന്റെ അടുത്ത് പോയതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം, നിങ്ങൾ അറിയണ്ട, ഞാൻ കൊടുന്നു തരട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ കൊടുന്നു കൊടുത്തു, നൂല് കെട്ടി, അവർക്ക് സുഖമായി. ആ നമ്പൂരിന്റെ പേരാണ് അബ്ദുറസാഖ് നമ്പൂരി. ഞാനാണ് നൂല് കെട്ടിയത്, അല്ലാതെ ഞാൻ നമ്പൂരിന്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പൊ ഇത് എന്താണോ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പ്രതിവിധി അവരെ എടുത്തേനുണ്ടാവും. നമുക്ക് ഒരു റോളും ഇല്ല അതില്. സത്യത്തിൽ നമുക്ക് റോളില്ല. നമുക്ക് എന്താണ്, ഈ
ഇതിങ്ങനെ ചക്രം കറക്കുന്ന റോള് മാത്രമേ നമുക്കുള്ളൂ. രോഗം അവരുടെ അടുത്താണ്, ചികിത്സയും അവരുടെ അടുത്താണ്. നമുക്ക് ഇതിന്റെ ചക്രം കറക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഡ്രൈവിംഗ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. നമ്മൾ ചികിത്സിക്കുന്നവരോ രോഗം സുഖപ്പെടുത്തുന്നവരോ അല്ല. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. താങ്ക് യു. വേറെ ആർക്കെങ്കിലും സംശയമുണ്ട്? ഇതേപോലെ പ്രേതം, പിശാച്ച്, എഴുത്താന്, ചക്രം കറക്കാൻ നന്നായിട്ട് പഠിക്കണം അല്ലേ സാറേ? അത് ഏത് ഡ്രൈവിങ്ങും അങ്ങനെ തന്നെയല്ലേ, നല്ലോണം പഠിക്കണല്ലേ, എവിടെയും കോഴി ഇടിക്കും. ഓക്കെ, വേറെ ആർക്കില്ലെങ്കിൽ നമുക്ക് വേണ്ടി ആർക്കുണ്ടോ? 6:30 പറഞ്ഞോളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കപ്പെടും. ഷൈനി ഇല്ല, ഷൈനി മാം വന്ന് സംസാരിച്ചോളൂ. ജസ്റ്റ് ഒന്ന് പോവാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ അടവാക്കും, ഗേറ്റ് അടവാക്കും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇല്ല മനസ്സാറെ, വൈൻഡപ്പ് ചെയ്യില്ല. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറഞ്ഞ മണിസാറ്, റോസാലി മാം, ശീല മാം, ഇങ്ങനെ കുറെ ആൾക്കാർ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫീഡ്ബാക്ക് പറഞ്ഞ് നമ്മളെ ക്ലാസ്സിന് മെച്ചമുണ്ടായിട്ടല്ല, നിങ്ങളുടെ ഉന്നതിക്കാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്തായാലും വളരെയധികം നന്ദി. താങ്ക് യു ശീല മാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു റസാഖ് സർ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ.